ആക്ടർ സുരേഷ് കൃഷ്ണ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ആളുകളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം അവരെ വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്ന ഒരു പൊതു സ്വഭാവം മിക്ക കഥാപാത്രങ്ങളിലും ഉള്ളതാണ് ഇപ്പോൾ ആ കഥാപാത്രങ്ങൾ ട്രെൻഡിങ് ആകുവാനായുള്ള പ്രധാനപ്പെട്ട കാരണം. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ മോഹൻലാൽ അവതരിപ്പിച്ച ക്രിസ്റ്റി എന്ന കഥാപാത്രത്തെ പോലെയും കാര്യസ്ഥനിൽ സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെയും ചിലപ്പോൾ നിങ്ങളും വഞ്ചിക്കപ്പെട്ടേക്കാം. ജ്യോതിഷപരമായി നിങ്ങൾ ചതിക്കപ്പെടുവാൻ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ള 4 പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ദുർബലനും അനിഷ്ടഭാവസ്ഥിതനുമായ ശനിയുടെയും രാഹുവിൻ്റെയും 5ാം ഭാവാധിപൻ്റെയും ദശ അപഹാര സമയങ്ങൾ, 7.5 ശനിക്കാലം, ഈ 4 പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുവാനും ചതിക്കപ്പെടുവാനും സാധ്യതയുള്ളത്. ഈ സമയങ്ങളിൽ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. നമ്മൾ ജീവിതത്തിൽ എല്ലാം കൊണ്ടും കുറച്ചേറെ ഒന്ന് അലേർട്ടായിട്ടിരിക്കേണ്ട സമയമാണ് ഈ പ്രധാനപ്പെട്ട സമയങ്ങൾ. ഈ സമയങ്ങളിൽ ഒരുപാട് മുതൽ മുടക്കുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായി വരുന്ന ആളുടെ സ്വഭാവം അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം വേണം ആ ഒരു കാര്യത്തിലേക്ക് കടക്കുവാൻ. കാരണം നിങ്ങൾ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് ഇതെന്നതാണ് കാര്യം. ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദശയോ അപഹാരമോ അല്ല നടക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ജാതകത്തിൽ ശനി, രാഹു, 5ാം ഭാവാധിപൻ എന്നീ ഗ്രഹങ്ങൾ ദുർബലരാണെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളെ പറ്റിക്കുവാനും അവരുടെ കാര്യവിജയത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോവുകയും ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദശ അപഹാര സമയങ്ങളിൽ കൃത്യമായി അലേർട്ടായിട്ട് ഇരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ മറ്റുള്ളവരാൽ ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക എന്നീ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.